ഹായ് ഗായ്സ്, അപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മറ്റൊന്നുമല്ല, ഒന്ന് നാട്ടിൽ പോലും പിടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു അങ്ങനെയൊക്കെ ഇതായത്. പിന്നെ ഓടിയിട്ടുമില്ല 2 ദിവസം, ചെറിയ 1-2 ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഓടി, അന്ന് വീഡിയോ ചെയ്തു. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടി പാലേക്ക്. അത് ചെയ്തിരുന്നു, തുടക്കം ചെയ്തു. പക്ഷേ അവസാനം അതേപോലെ എനിക്ക് മടുത്തു. കാരണം പാലയിലൊരു കുറേ നേരം പോയി കടന്നു, ഒരു 1.5 മണിക്കൂർ കിടന്ന് 40 കിലോമീറ്റർ ഞാൻ റിട്ടേൺ കാലി അടിച്ച് വന്നു. അങ്ങനെ ആയപ്പോഴാണ് എനിക്ക് പിന്നെ ചെയ്യാൻ പറ്റിയത്. ആ വീഡിയോ പിന്നെ ഫുൾ ചെയ്തില്ല. കാരണം 1.5-2 മണിക്കൂർ ഞാൻ റിട്ടേൺ കാലി അടിച്ച് വന്നതുകൊണ്ടേ അതിൻ്റെ ഒരു മടുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെ, ഇന്നിപ്പോൾ 1-ാം തീയതിയാണ്. 1-ാം തീയതി വിട്ടിട്ട് കറക്റ്റ് ചെയ്ത് വരണമെന്ന് വിചാരിക്കുന്നത്. കറക്റ്റ് നമുക്ക് പ്ലാനിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഉണ്ടായിരിക്കും ഇനി അങ്ങോട്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇനിയും ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യുക. എന്നാലും നോക്കുക, നമുക്ക് നേരെ ഇപ്പോൾ 6 മണി ആയുള്ളൂ. 6 മണി ആയിട്ടില്ല. അത്യാവശ്യം ചെറിയൊരു മഴക്കാറിൻ്റെ ഒരു വണ്ടിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അല്ലാതെ ഈ നേരത്ത് കൊണ്ടുപോയിടാൻ പറ്റിയൊരു ഏരിയയാണ് നമുക്ക് ആകെയുള്ള പ്രശ്നം. രാവിലെ തന്നെ കൊണ്ടുപോകാൻ പറ്റിയൊരു ഏരിയ അതൊന്നും എല്ലാം ഇനി കണ്ടെത്തണം. ഇത്ര നേരത്തെ ഇറങ്ങുമ്പോൾ, ഏറ്റവും നേരത്തെ ഇറങ്ങുമ്പോൾ എവിടെയാണ് കൊണ്ടുവന്ന് സൈഡാക്കാൻ പറ്റി നല്ലത്. അത് സാധാരണ ഞാൻ ഇടയ്ക്ക് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് സൈഡാക്കാറുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് വലിയൊരു മെച്ചം ഉണ്ടാവില്ല. കാരണം നമ്മൾ ചെറിയ നേരത്തെ ട്രെയിനും കാര്യമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊരു ഷോക്കായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് ചെയ്യണോ വേണ്ടതെന്നുള്ള ഡൗട്ട് നിൽക്കുകയാണ്. നമ്മൾ സ്റ്റേഡിയം അവിടെ പോയിട്ട് ഈ നേരത്തെ ആൾക്കാർ എണീക്കുമെന്നുള്ള ഡൗട്ടാണ്. കാരണം ഇത്ര നേരത്തെ തന്നെ എണീക്കുണ്ടായിരിക്കും. മക്കളൊക്കെ സ്കൂളിൽ പോകണം പിടിക്കാനൊക്കെ എല്ലാവരും നീക്കുണ്ടായിരിക്കും. പക്ഷെ എങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണ കണക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റേഡിയം ലിങ്ക് റോഡിൽ ഒരു 10-12 മണിക്കൂർ നിന്നിട്ട് ട്രെയിനിൻ്റെ ടൈം അനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് സ്റ്റേഷൻ്റെ കണ്ട് പോവാം. അതാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാൻ ചെയ്തതാണ്, അല്ല മുൻകൂട്ടി പ്ലാൻ ചെയ്തല്ല. ഇവിടെ എന്തായാലും നിൽക്കും, നിന്നിട്ട് കുറച്ച് നേരം നിൽക്കും, 1.5 മണിക്കൂർ നിൽക്കും, നിന്ന് നോക്കും എന്താ അവസ്ഥ എന്നുള്ളത്. ഷോ കാണുന്നുണ്ടെങ്കിൽ നേരെ റെയിൽവേ സ്റ്റേഷൻ എടുക്കും. ട്രെയിനിൻ്റെ ടൈം നോക്കണം, എത്ര മണിക്ക് ട്രെയിൻ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നോക്കാം ഗായ്സ്, നോക്കുക ഏതിലും ആദ്യം അടിക്കാൻ നോക്കുക. ആരും മുന്നോട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല. സ്റ്റേഡിയം ലിങ്ക് റോഡൊക്കെ ആ കാലിയാണ്. എല്ലാവരും നടക്കാൻ വരുന്ന ആൾക്കാരൊന്നും ഇല്ല തോന്നുന്നു. ഒന്ന് മഴയാണ്, രണ്ടാമത് ഞാനൊന്ന് കുറച്ച് നേരത്തെയാണ്. അപ്പോൾ നോക്കുക എവിടെന്നാ എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. അത് ഗായ്സ്, അപ്പോൾ ആ പോണത് ടാക്സിക്കാരനാണ്. അത് കണ്ടപ്പോൾ ഒരു സമാധാനമുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല കിടില മഴയാണ്. നല്ല എന്താ പറയുക, കിടക്കാച്ചി മഴ വരാനുള്ള ഒരു ഇതുണ്ട് എന്നൊക്കെ പറയുന്നത്. അതേമാതിരി നല്ല മഴക്കാറും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്നാൽ വെയിറ്റ് ചെയ്യാം, ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. കാരണം അവിടെ നമുക്ക് സാധാരണ നിർത്തുന്നിടത്തൊക്കെ വെള്ളക്കെട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എല്ലാം ചാരിയിടാം, റിസ്ക് എടുക്കണ്ട. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിക്കാൻ നോക്കാം. നേരത്തെയും കണ്ട് ഇതേമാതിരി ഒരുത്തനെ ഞാൻ മഴ കൊണ്ടിട്ട് ഓടുന്ന ഒരുത്തന. എന്തിനാ അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. ഞാൻ തൊപ്പിയെങ്കിലും വെച്ചിട്ട് നേരത്തെ ഓടിയ തൊപ്പിയില്ലായിരുന്നു. വല്ല പനിയും പിടിച്ച് മുക്കി കണ്ട് കിടക്കണം, അപ്പോഴേ അതൊക്കെ പഠിക്കുള്ളൂ. ഇവിടെ ആ ഒരു പെർഫോമൻസ് വേറെ പണ്ടത്തെ മാതിരത്തൊന്നും അല്ല. ഇപ്പം പനിയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ മാറാനും പാടാണ്. എന്തെങ്കിലും ആവട്ടെ, പാർട്ടീച്ചോ വേറെന്താ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടാ ഊബർ തന്നെ അടിച്ചു. ഇതാണ് ഞാൻ ഇവിടെ തന്നെ വന്ന് കിടക്കാൻ. അപ്പോ കസ്റ്റമർ എടുക്കാൻ വേണ്ടി പോവാണ് ഗായ്സ്. ഓക്കെ, പോവാം. പൈപ്പ് ലൈനിന്നൊക്കെ പോവാം, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എന്നാ കസ്റ്റമർ എടുത്ത് അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് എവിടെയാന്ന് ഞാൻ പറയാം. എന്താണ് അവസ്ഥ? ചെറിയ ട്രിപ്പാണ്. എത്ര 163 രൂപേൻ്റെ ഫെയറാണ് അതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോഴും അറിയുള്ളൂ ബാക്കി എന്താണെന്നുള്ളത്. പിന്നെ ഞാൻ സ്ഥലം നോക്കിയത്, കാരണം ഞാൻ വേറെ എടുത്തില്ല. ആദ്യത്തെ ട്രിപ്പല്ലേ, എങ്ങോട്ടാണ് പിടിക്കാമെന്ന് നോക്കാമെന്നില്ല, പെട്ടെന്ന് തന്നെ എടുത്തു. അപ്പോൾ നോക്കി ഗായ്സ്, ഇത് നോക്കിയിട്ട് ഞാൻ പറയാം എന്താണ് എവിടെയാണ് എന്നൊക്കെ. ഹായ് ഗായ്സ്, അപ്പോൾ ആ ട്രിപ്പ് ഒരു പോണേക്കരയ്ക്കായിരുന്നു. അതായത് നമ്മുടെ അവിടെ തന്നെയുള്ള സ്കൈലൈൻ ലെജൻഡ് അപ്പാർട്ട്മെൻറ്റ്. അവിടെ നിന്ന് കസ്റ്റമർ എടുത്ത് പോണേക്കര എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സ്ഥലത്ത്. ഇവിടെ നിന്ന് തിരിച്ചൊരു ഓട്ടം കിട്ടുമില്ല എനിക്ക് ചെറിയ സംശയമാണ്. കാരണം അവിടെ അത്ര നാടും കാര്യമൊന്നും കാണുന്നില്ല. സംഭവം ചെറിയൊരു അങ്ങാടിയാണ്, പക്ഷെ രാവിലത്തെ ഓട്ടം കിട്ടുമില്ല എന്നുള്ളതാണ് എനിക്ക് ഡൗട്ട്.
അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ടേ നമ്മളെ ചങ്ങമ്പുഴ പാർക്ക് ഉണ്ടല്ലോ, നമ്മൾ ഇതിന് മുന്നേ അവിടെ പോയി നിന്നിട്ടുണ്ട്. അവിടെ നോട്ടം കിട്ടിയില്ലേ ചോദിക്കുക. അവിടെ ചങ്ങമ്പുഴ പാർക്കിൻ്റെ മെട്രോ സ്റ്റേഷൻ അവിടെ പോയിക്കാം. അവിടെ നിന്ന് എങ്ങാനും കിട്ടിയാലോ, പ്രതീക്ഷിക്കാം അല്ലേ. മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട് രാവിലെ തന്നെ. ഇന്നിപ്പോൾ മറ്റേ ക്യാഷ് ഗൂഗിൾ പേ GPay ചെയ്ത് തന്നെ മെസ്സേജാണ് ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇതിലടിക്കാന്ന് നോക്ക് ഗൈസ്. ഇതാണ് നമ്മൾ രാവിലെ എത്ര നേരത്തെ ആണെങ്കിലും നമ്മൾ അവിടെ പോയി നിൽക്കുന്നത്. ഇത് നമ്മൾ ലിങ്ക് റോഡിൽ അവിടെ ആകുമ്പോൾ എങ്ങനെയൊരു ട്രിപ്പ് കിട്ടും. അപ്പം എന്നാൽ ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം രണ്ടാമത്തെ ട്രിപ്പ് ഇതിൽ അടിക്കുകയെന്ന്. ഇവിടെ നിന്ന് പോണ പോക്കിൽ തന്നെ ഒന്ന് അടിക്കുകയാണിച്ചാൽ അത് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തായിരുന്നു. മിക്കവാറും അതൊന്നും ഉണ്ടാവില്ല. അവിടെ പള്ളിയൊക്കെ ഉണ്ട്, എല്ലാവരും കാറായിട്ടാണ് പള്ളിക്കുന്നത്. എല്ലാവരും നടന്നൊരു കാർ വിളിച്ച് പോയിക്കോളൂ അല്ലേ. എന്താ ചെയ്യാം, ഓരോരുത്തരെ കാര്യങ്ങളെ. അപ്പം നോക്കുക ഗൈസ്, നോക്കുക എവിടുന്നാ കിട്ടുന്നത്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ചങ്ങമ്പുഴ പാർക്കിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് വന്ന് നിൽക്കുന്നത്. പിന്നെ അവിടെ എവിടെ നിർത്തിയില്ല. എനിക്ക് ഇതിനെ പറ്റി വല്ലാണ്ട് അറിയില്ല. രാവിലെ ആണെങ്കിലും വലിയൊരു ജനവും ഇല്ല. ആ ഒരു ടൗണിൽ, പുണേക്കര ടൗണിൽ മാത്രം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ അവിടെ നിർത്തിയില്ല. വെറുതെ അവിടെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ കുറച്ചും കൂടി ഫ്രണ്ടിക്ക് മെയിൻ റോഡിന് കയറ്റിയിട്ട് ഇവിടെ ആകുമ്പോൾ ഹോസ്പിറ്റലും എന്താണ് ഫ്ലാറ്റുകളും ഉണ്ട്. അത് അവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെന്ന് വെച്ചാലോ പ്രതീക്ഷ അതന്നെ, വേറെ ഒന്നുമില്ല. അപ്പം എന്നാൽ ഓക്കെ ഗൈസ്, നോക്കുക എവിടുന്ന് അടിക്കുകയെന്ന്. അടിച്ചു, വേറെ ഒന്നും നോക്കാനില്ല. വലിയ ട്രിപ്പാണ്, 7 മിനിറ്റ് ഉണ്ട്. ഓക്കെ ഹായ് ഗൈസ്, അപ്പോൾ അത് വലിയ ട്രിപ്പ് തന്നെയായിരുന്നു പറഞ്ഞാൽ മതി. എന്ത് ചെയ്യാനാണ്, കസ്റ്റമർ അത് ക്യാൻസൽ ചെയ്തു. സംഭവം 2.5 കിലോമീറ്റർ ദൂരത്തായിരുന്നു കസ്റ്റമർ എടുക്കാൻ പോകാനുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അതായിരിക്കും 7 മിനിറ്റ് കസ്റ്റമർ എടുക്കാൻ പോകാൻ തന്നെ 7 മിനിറ്റ് ഉണ്ട്. പിന്നെ ട്രിപ്പ് ഏകദേശം 23 മിനിറ്റ് ഉണ്ട്. 531 ഫെയറും ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എന്ത് ചെയ്യുക, അത് ക്യാൻസൽ ചെയ്ത് കസ്റ്റമർ അപ്പം തന്നെ ക്യാൻസൽ ചെയ്ത്. മര്യാദയുള്ള ക്യാൻസലേഷനാണ് അത്. കാരണം നമ്മൾ വണ്ടി അടുത്ത് അടിച്ചിട്ടോ, നന്നായി എന്തായാലും 2 കിലോമീറ്റർ ഇതുണ്ട്. ഹായ് ഗൈസ്, നമ്മളെ കസ്റ്റമറാണ് പോണത്. സെൻട്രൽ സ്ക്വയർ മാളിലേക്കായിരുന്നു ആ ട്രിപ്പ് ഉണ്ടായിരുന്നത്. ആള് സിനി പോളിസിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്ന് 8:10 കൽഗീൻ്റെ ഒരു ഷോ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റേതായിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് പറഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല ഇപ്പോഴത്തെ വിഷയം, നമ്മളെ MG റോഡിൽ ഈ ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡ് ഏകദേശം അത്യാവശ്യം നല്ല വെള്ളം നിൽക്കുന്നുണ്ട്, വെള്ളക്കെട്ടായിട്ടുണ്ട്. ഇത് അടുത്ത് അടിച്ചു തോപ്പും പടിയൊക്കെയാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഇപ്പം എനിക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിതിൽ ചെറിയൊരു ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് വരാം കേട്ടോ. ഒറ്റ ഹായ് ഗൈസ്, അപ്പോൾ അവിടെ നിന്നൊക്കെ ഓട്ടം കിട്ടി വന്ന് കാരണം ആ ഡ്രോപ്പ് തന്നെ അടുത്ത ഓട്ടം അടിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ തന്നെ ചിലപ്പോൾ കസ്റ്റമർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് അടിച്ചത് അങ്ങനെയാണ്. നമ്മളൊരു കസ്റ്റമർ ഡ്രോപ്പ് ചെയ്ത് അവിടെ തന്നെ ആയിരുന്നു അടുത്ത കസ്റ്റമർ നിന്നിരുന്നത്. അപ്പോൾ അവനെ അവിടെ നിന്ന് എടുത്ത് നേരെ ഇൻഫോ പാർക്കിൽ കയറുന്ന ട്രിപ്പ്. ഇൻഫോ പാർക്കിൽ ഇത് അവനെ ഡ്രോപ്പ് ചെയ്ത്. ഇതിപ്പോൾ ആകളുടെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ആർക്കില്ല. എങ്ങനെയാണ് എനിക്കറിയില്ല. എങ്ങനെയും പോയൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തും. വേറെ എന്താ പറയുക, അത് ഇൻഫോ പാർക്കിൻ്റെ ബാക്ക് സൈഡാണ്. അങ്ങനെ പോയി നോക്കാം നമുക്ക്. പാർക്കിംഗ് എൻട്രി, എനിക്ക് പാർക്കിംഗ് എൻട്രി വേണ്ട. അങ്ങനെ പോയിട്ട് എവിടെ എത്താൻ നോക്കാം. ആദ്യം ഞാൻ ഒരു മെയിൻ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗം എവിടെയെങ്കിലും എത്താൻ വെച്ചാൽ സമാധാനമായിരുന്നു. ഇനി ഒന്നാമത് ഇപ്പോൾ ഇവിടെ എത്തിയില്ല പോകണി. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു അടി നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, പുറത്തിറങ്ങിയിട്ട് നമ്മളെ മെയിൻ റോഡിലേക്ക് എങ്ങോട്ടാ പോണു. ആകെ മൂഞ്ചി തെറ്റില്ല അർച്ചോനെ. Take the next left, then you will arrive at your destination. എക്സിറ്റ് നേരെ പോയാൽ ഓക്കെ, താങ്ക് യു. ഇവിടെ ചോദിച്ചു, കാരണം ഞാൻ ഇതിൻ്റെ ബിൽഡിങ് മൊത്തം കറങ്ങി. എത്തി അത് ഏതാ ബിൽഡിംഗ് ആവോ? ഈ ബിൽഡിങ്ങിൽ വിളിക്കിരുന്നവേ നമ്മളെ എടപ്പാളുള്ള ഒരുത്തനെ. കുറേ നേരം വർത്താനം പറഞ്ഞിട്ടാണ്, കുറച്ച് ദൂരം ഉണ്ടായിരുന്നല്ലോ. കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. കമ്പനി അടിച്ച് വർത്താനം പറയാൻ പറ്റിയ ഒരാൾ. അപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി മതി, ഇനി നമുക്ക് പോകാൻ നമുക്കറിയാം. അപ്പം നമ്മൾ നല്ല പോയി കാക്കനാട് ജംഗ്ഷൻ്റെ അവിടെ പോയി. കാരണം വലിയ ട്രാഫിക് ഇല്ല ഇപ്പോൾ. കാരണം എത്ര സമയം 7 മണി 8 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ.
ഇവിടെ ഇവരെ ടീംസിന് വന്നു തുടങ്ങുള്ളൂ, ജോലിക്കാരനെ വന്നു തുടങ്ങുള്ളൂ. അപ്പം എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം നമുക്ക്. ഇങ്ങനെ പയ്യെ വിട്ടിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കുക. ഞാൻ വന്നത് ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, വന്നത് ഏതോ കുദാമത എന്ന് പറഞ്ഞ റൂട്ട് കൂടി വന്നു തോന്നുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ ആ ഒരു വഴിക്ക് എത്തി. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തേക്ക് എത്താം. അതായത് തൃപ്പൂണിത്തറ ആ റൂട്ടിൽ പോകണ ആ റൂട്ടിൽ കയറാം. പക്ഷെ അങ്ങനെ പോയിട്ട് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാലും വേണ്ട, നമുക്ക് ഇന്ന് ഒരു പക്ഷേ നമുക്ക് കാക്കനാട് അങ്ങാടി നാട് പോയത് അവിടെ നിന്ന് കിട്ടിയാലോ രാവിലെ തന്നെ. ഈ കാക്കനാട് നമ്മൾ അങ്ങോട്ട് ഫവാക്കിന് തിരിനോട് കുറച്ച് മുന്നേ പെട്രോൾ പമ്പും കുറച്ച് വലിയ നല്ല കിട്ടില്ല ഫ്ലാറ്റും ഉണ്ട്. അവിടെ നിന്ന് എനിക്ക് എപ്പോഴും അടിക്കലുണ്ട് അവിടെ കിടക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അത് നോക്കാം. അതാവും നന്നാവൽ, കുറച്ചും കൂടി നന്നാവൽ അതാവും. ഇപ്പം തന്നെ ബ്ലോക്ക് ആയോ? ഒക്കെ തുടങ്ങിയിട്ടില്ല, ഇല്ല ശാന്തിയാണ്. അപ്പോൾ എന്നാ ഗായ്സ്, ഇൻഫോപാക്ക് നമ്മളെ മെയിൻ റൂട്ടിലേക്ക് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒന്നും വണ്ടിയില്ല. അവിടെ ഒരു ടാക്സിക്കാരൻ കിടക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിൽ അവിടെ എവിടെയെങ്കിലും പോയി കിടക്കാം. അപ്പോൾ ഒരുത്തൻ ബാക്കിൽ ഒന്ന് ബോന്ന് പറഞ്ഞ ഓൺ അടിച്ച് കണ്ടിന്ന് നോക്കി പോകുന്നുണ്ട്. ഒരു കാര്യമില്ല, തല്ലണ്ടി വരും. കാരണം ഇതിൻ്റെ മുമ്പത്തെ സൈഡാക്കി നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ നമുക്കേ കുറച്ചും കൂടി ഫ്രണ്ട് പോയിട്ട് ഇവിടെ എന്തെങ്കിലും അടിക്കുമെന്ന് അറിയില്ല. അത് കുറച്ച് ഫ്രണ്ടിൽ ആ വളവിൻ്റെ അവിടെ പോയി കിടക്കാം. അതാകുമ്പോൾ ചിലപ്പം കിട്ടാനുള്ള കാര്യമുണ്ട്. ഈ രാവിലെ തന്നെ ടാക്സിക്കാരൊക്കെ ഇവിടെ തന്നെ വന്ന് കിടന്നു കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയാണ് എന്താ ചെയ്യാം ഒന്നും പറയില്ല. ഞാനും അങ്ങനെ തന്നെയാണല്ലേ. രാവിലെ നല്ലൊരു കുട്ടിനെ കണ്ടിരുന്നു. നല്ല കിട്ടിലൊരു കുട്ടി, വലിയ മേക്കപ്പ് ഒന്നും ഇല്ലാതെ നല്ല സുന്ദരിയായി നടക്കുന്ന ഒരു കൊച്ചു. അപ്പോൾ നമ്മളിത് എവിടെയാണ് സീഡാക്കുന്നത്. ഇവിടുന്ന് അവിടേക്ക് കിട്ടാൻ നോക്കാം നമുക്കപ്പോൾ. അപ്പോൾ നോക്കിയ ഗൈസ് നമുക്ക് നോക്കാം. അവിടെ അപ്പുറത്തുള്ള ഒരു ഫ്ലാറ്റാണ് ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് എടുക്കാമെന്ന് എന്തായാലും നോക്കുക. ഇപ്പോൾ സമയം 8 മണി ആയിട്ടുള്ളൂ. ഇവിടുന്ന് ഇനി അടിക്കുമോ എന്നുള്ളത് പറഞ്ഞാൽ സംശയമാണ്. ഞാൻ 1/2 മണിക്കൂർ കടന്നു നോക്കും, പിന്നെ അവിടുന്ന് മാറ്റും. കാരണം ഇവിടെ ട്രാഫിക് ആവും ഇനി കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ കിടക്കുന്ന മണ്ടത്തരാണ്. അപ്പോൾ എന്നാൽ ഓക്കെ ഗൈസ്, ശരി, അടുത്ത എപ്പോഴാണ് അടിക്കാൻ നോക്കുക. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ അവിടെ നിർത്തി. അപ്പം തന്നെ ഈ ഊബറും അടിച്ചു. ഒരു 100 ചില്ല രൂപേൻ്റെ ട്രിപ്പായിരുന്നു, ചെറിയ ട്രിപ്പ്. അപ്പം തന്നെ ഈ യാത്രയിൽ ഒരു എണ്ണ അടിച്ചു. ഒരു 414 രൂപയുടെ 23 കിലോമീറ്റർ. ശരിക്കത് 414 444 ആക്കാനുള്ള പറ്റുമായിരുന്നു. പക്ഷെ എനിക്കത് കൺഫ്യൂഷൻ ആയിപ്പോയി, എടുക്കണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പം ഞാൻ എടുത്തു, 2 പ്രാവശ്യം ഞാൻ എടുത്തിട്ട് ഊബർ ക്യാൻസൽ ചെയ്തിട്ട് ഇത് ഓടി. കാരണം ഇതാണല്ലോ ഫെയർ കൂടുതൽ കിട്ടുന്നത് നമുക്ക്. ഊബർ നഷ്ടമാണല്ലോ. പക്ഷെ കൂടുതൽ ട്രിപ്പ് തരുന്നത് ഊബറാണ്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ഒന്നും ചിന്തിച്ചില്ല, എടുത്തു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. കാരണം 10 രൂപ കിട്ടണമെന്നാണ് നമ്മുടെ ഉദ്ദേശം, വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെ അത് ക്യാൻസൽ ചെയ്ത് നേരെ യാത്രയിൽ അതടിച്ചു. അതെടുത്തു. ഇപ്പോൾ ആസ്റ്റർ DCT ആയിരുന്നു. അവരെ ഡ്രോപ്പ് ചെയ്തു. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം. നേരെ 9:30 ആയിട്ടുണ്ട്. അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്നേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. മീൻസ് ചായെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു കട്ടനെങ്കിലും അടിക്കണം. കട്ടനും മറ്റേ സ്മോക്കിങ്ങും കൂടി മറ്റേ പല്ലിൽ കറ വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഒരു കട്ടൻ, വേറെ വഴിയില്ല. ഒരു കട്ടനും ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചാട്ടെ. പുറത്തന്നെയുള്ളൊരു ഹോട്ടലുണ്ട്. ഇവിടെ കയറില്ല എന്ന് ഇതിന് മുന്നേ ശബ്ദം എടുത്താണ്. അപ്പോൾ ആ ഹോട്ടലിൽ കയറുന്നില്ല. എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് അപ്പുറത്തും വേറെയും ഷോപ്പുകളുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും കയറി കഴിച്ചിട്ട് വരാം ഗായ്സ്. അപ്പോൾ ഓക്കെ, ശരി, എന്നാൽ അടുത്ത ട്രിപ്പ് ചെയ്തിട്ട് നോക്കാം. അത് കൺഫ്യൂഷനായി ഗായ്സ്. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എടുക്കേണ്ടതെന്ന് ഫോൺ ഇങ്ങനെ ചെരിച്ച് വെച്ചപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ഞാൻ എടുത്തതിന് ശേഷമാണ് ഭയന്മാർ പറഞ്ഞത് ലെഫ്റ്റ് എന്നുള്ളത്. In 400 meters, turn left onto South Chittoor Road, Chittoor, Cheranallur Road. ഓക്കെ, സമ്മതിച്ചു. ഓക്കെ, ഞാൻ പോയിക്കോളാം. അപ്പം എന്നാൽ ഈ കസ്റ്റമർ എടുത്ത് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് കാണാം. അപ്പോൾ യാത്ര ഇതൊക്കെ ഒന്ന് ഓഫായി കാട്ടെ. മറ്റേ യാത്ര അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നേരത്തെ മാറ്റത്തൊരു മൈൻഡ് വരും. അങ്ങനെ 2-3 എണ്ണൊക്കെ ഉണ്ട് ക്യാൻസൽ ചെയ്താൽ ചിലപ്പോൾ ഊബർ നമ്മളെ പിടിച്ച് ഓഫായി കളയും. അപ്പം അത് ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ തൽക്കാലം യാത്രയും ഓലയൊക്കെ ഓഫാക്കാൻ പോവാണ്. എന്നാൽ ഈ കസ്റ്റമർ എടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം ഗായ്സ്. ഗായ്സ്, അപ്പോൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. Head north on Palipuram Road, then turn right.
മൂത്രമൊഴിക്കാൻ നന്നായിട്ട് മുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് തന്നെ ഒരു പമ്പിൽ കയറി ബാത്റൂമിൽ പോയി. അപ്പോൾ അതേ ബാത്റൂമിൽ പോയി അപ്പം തന്നെ എനിക്കൊരാളെ അടിച്ചു. ബാത്റൂമിൽ നിൽക്കുമ്പോഴാണ് അടിച്ചത് കേട്ടോ. അത് അക്സെപ്റ്റ് ചെയ്ത് അപ്പോൾ ആ കസ്റ്റമർ എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇതാണ് ഈ പറയുന്നത്. അപ്പം എന്നാൽ ആ കസ്റ്റമർ എടുത്തിട്ട് വരാം. അത് ഒറ്റക്കുഴി ഭാഗത്തേക്കാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് നമുക്ക് റിട്ടേൺ കിട്ടിയ വലിയ കെട്ടിടമാണ് ഇത്. നമ്മൾ എവിടെയാണ് സ്ഥലം? എവിടെയാണ്? വെള്ളിയത്താംപാറ. Take the next right toward Balipuram Road, State Highway 63, then make a U-turn. ഓക്കെ, ശരി, സമ്മതിച്ചു. അപ്പം എന്നാ കസ്റ്റമർ എടുത്ത് അവരുടെ Continue on State Highway 63 for 2 kilometers. ഗൈസ്, അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് പിടിച്ചത് പച്ചാളത്തേക്കായിരുന്നു. അത് പച്ചാളത്ത് എത്തി നമ്മളൊന്ന് ഒരു ചായ കുടിച്ചു കുറച്ച് നേരം കിടന്നപ്പോൾ ഒന്നും കിട്ടിയില്ല. നേരെ റൂമിലൊന്ന് കുറച്ച് ചോർന്ന് ഒന്നും നോക്കാനില്ല. ഏകദേശം 1 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. നോക്കിയപ്പോൾ CNG കുറച്ച് കുറവാണ്. അത് ഫില്ല് ചെയ്തു. നമ്മൾ തിരിച്ച് പമ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ എങ്ങോട്ട് നിൽക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം കറക്റ്റ് 1:30 ടൈം. ഭക്ഷണം കഴിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ സമയത്ത് പൊതുവേ ഓട്ടം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്നുള്ള കൺഫ്യൂഷനാണ്. ഇവിടെ നിർത്താം, സ്റ്റേഡിയം അവിടെ പോയി കിടക്കണോ, അതോ നേരെ കുറച്ചും ഫ്രണ്ട് പോയി സ്റ്റുഡിയോൻ്റെ ഒക്കെ അവിടെ എവിടെയെങ്കിലും സൈഡാക്കണോ, എടപ്പള്ളിക്ക് അങ്ങോട്ട് ഭാഗത്തേക്ക് പോയിട്ട് ആ സർവീസ് റോഡിലൊക്കെ അത്യാവശ്യം നല്ല ഓട്ടവും കാര്യം ഉണ്ടാവലുണ്ട്, അവിടെ സൈഡാക്കണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ. അതാണിപ്പോൾ നിൽക്കുന്നത്. എന്ത് ചെയ്യും ഗായ്സ്, ഒരു ഐഡിയയും ഇല്ല എന്ന് പറയേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ. എന്തായാലും ആപ്പൊക്കെ ഓണാണ്. ഈ ഒരു അവസ്ഥയിൽ മെല്ലെ മുന്നോട്ട് പോയി നോക്കാം, എന്താണ് ആവുക നോക്കാം, നമുക്ക് എന്തെടുക്കുക നോക്കാം. എന്നെങ്കിൽ ഞാൻ ഇപ്പോൾ നേരെ ഇവിടെ നിന്നാണ് ലെഫ്റ്റിക്കാണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലിങ്ക് റോഡിൽ എത്തും. എന്നാൽ പിന്നെ ലെഫ്റ്റിക്ക് തന്നെ കട്ട് ചെയ്ത് ഗൈസ്. കാരണം അവിടെയാണ് നമ്മുടെ തുടക്കമല്ലോ. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ മിക്കവാറും അവസാനിപ്പിക്കൽ. ഏകദേശം അവിടെ ട്രിപ്പൊക്കെ എടുത്തിട്ട് തന്നെയാണ് സ്പ്രിങ് ഉണ്ടാവുക. അവിടെ നിന്ന് പോകുന്ന പോക്ക് പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യാനാണ്. നോക്കാം ഏതായാലും ഞാൻ അടുത്ത ഉച്ചൻ്റെ ശേഷം ഇതിനെ ഫസ്റ്റ് അടിക്കാൻ നോക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ കൂടെ വന്നവരും നിന്നവരും എല്ലാവരും പോയിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയായിരിക്കുന്നു. നേരെ 4 മണി കഴിഞ്ഞ് 2 മണിക്കേറ്റ വന്ന് ഇവിടെ ഇരുന്നതാണ്. അപ്പോൾ ഏകദേശം 2-2.5 മണിക്കൂറായി ഇരുത്തവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ഇനി അങ്ങോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്കിൻ്റെ കിട്ടില്ല ടൈമാണല്ലോ. 4 മണി കഴിഞ്ഞ് 6 മണി 7 മണി വരെ നല്ല ബ്ലോക്കും ആയിരിക്കും. ഇപ്പം ഇനി ട്രിപ്പ് അടിക്കാൻ തുടങ്ങുന്നുണ്ടാവും വിചാരിക്കണ്. എന്തായാലും 4 മണി കഴിഞ്ഞ് ട്രിപ്പൊന്നും ഇല്ല. മൂഞ്ചി പണ്ടാറടങ്ങിയിരിക്കണമെന്ന് തോന്നുന്നുണ്ടെന്ന്. എന്തായാലും എഴുത്തോടെ ഇരിക്കൂ, എത്ര നേരം കിട്ടുമ്പോൾ നോക്കുക. നമ്മൾ ട്രിപ്പൊന്നും ദൂരം കിട്ടിയിട്ടില്ല ചേട്ടാ. അവിടെ നിന്ന് മാറ്റി കൊടുത്തിട്ട് മുമ്പ് തന്നെ ഒരു ചായക്കട ഉണ്ടല്ലോ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കണ, അവിടെ വന്നു. അവർ കണ്ടം പൊട്ടും ഒരു ബീഫ് കറിയും കഴിച്ചു. അതെങ്കിൽ അത് മറ്റേത് ഇനി വെറുതെ. ഹായ് ഗൈസ്, അപ്പോൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഓലയിലുള്ള 205 രൂപേൻ്റെ ട്രിപ്പായിരുന്നു. നമുക്ക് 152 രൂപ കിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല, വെറുതെ ഇരിക്കേണ്ടായിരുന്നല്ലോ. അത്യാവശ്യം ട്രാഫിക് ബ്ലോക്കും കാര്യമൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ എത്താനും പറ്റി. എന്തുകൊണ്ടും ഹാപ്പി. നമ്മളെ പനമ്പള്ളി നഗരമാണ് ട്രിപ്പ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ കുറച്ച് പുറത്ത് കയറി മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് ഉള്ളോട്ടുള്ള റോഡിൽ കയറിയിട്ടേക്കാണ്. എന്താ ഇനി എടുക്കുക, ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം നമുക്ക്. എന്തായാലും ട്രിപ്പ് കയറി കിട്ടാൻ നോക്കുക. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ കാര്യമാണ് എപ്പോഴും മറക്കൽ, എന്ത് വീഡിയോ ചെയ്യണ കാര്യം. അപ്പോൾ ഇപ്പോൾ പനമ്പള്ളി നഗർന്ന് നമ്മൾ കത്രിക്കടവ് അടമന്തരേന്ന് കത്രിക്കടവ് റോഡിൽ കയറുകയാണ്. ഫുൾ ട്രാഫിക്കാണ്, ഒന്നും പറയാനൊന്നുമില്ല. അയ്യോ നല്ലൊരു മൂളു, എന്താ പറയുക, അതൊക്കെ തന്നെ നമ്മളെ നേരം പോക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഓലയിലും ട്രിപ്പായിട്ട് അടിച്ച ഉച്ചൻ്റെ ശേഷം ഇതുവരെ. പിന്നെ ഇപ്പോൾ നേരം സമയം 6 മണി കഴിഞ്ഞ് 6:30 ആവാനായി. ഇതുവരെ ഒരെണ്ണം പോലും അടിച്ചിട്ടില്ല. അതിൻ്റെ കൂടി ട്രാഫിക് കൂടി കുത്തി കയറി അവിടെ എത്തുമ്പോൾ നേരെ ഒന്ന് അടിച്ചാൽ മതിയായിരുന്നു. ആണെങ്കിൽ 3 ലൈനായിട്ടാണ് ഇത് പോണത്. വരുമ്പെട്ട ഡ്രൈവർമാർ എങ്ങനെയെങ്കിലും പോയിക്കൂടി മക്കളെ. അപ്പം നോക്കെ ഗൈസ്, ഞാൻ അടുത്തതെന്നൊന്നും പറയാനില്ല. അടുത്തതെന്ന് പറഞ്ഞ് മടുത്ത്. ഈ ട്രിപ്പ് ഏതാ കിട്ടിയാൽ നോക്കുക. ഈ ഒരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ എത്തുമ്പോൾ ഒരു പ്രതീക്ഷയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഏതെങ്കിലും ഒരു എണ്ണം അടിക്കുമോ എന്നല്ല, ഒരു രക്ഷയില്ല, അതുമില്ല. അപ്പം എന്നാൽ ശരി, നമുക്ക് കാണാം. പൊന്നോ വീഡിയോ കിട്ടുന്നില്ല, ക്യാമറ തിരിയണമെന്നില്ല. ഒരു BMW കിടക്കേണ്ട ഒരു മഞ്ഞ, അതിൻ്റെ പൊന്നൊരു രക്ഷയില്ല. ചാതി വണ്ടി.
ഞാൻ അപ്പോൾ അവിടുന്ന് ട്രിപ്പ് അടിച്ച് നമ്മളെ ഫോറമാളത്തേക്ക് ആയിരുന്നു ഊബറിൽ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത്. ഇപ്പം നല്ല ചാൻസാണ് ഇവിടെ. അതായത് ഇവിടെ മറ്റേ ഹോട്ടലും കാര്യമൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ആർട്ടിസ്റ്റ് അതാകുമ്പോൾ മയില് എന്തായാലും മൂപ്പർ അങ്ങോട്ട് വന്നതുകൊണ്ട് നമുക്ക് ഇതിനുള്ളിൽ കിടക്കാനായി. അടുത്ത ട്രിപ്പ് അടിക്കാനൊരു ചുമ്മാ അവിടെ കിടന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, ശാന്തിയായിട്ട് നിൽക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, എന്തായാലും ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടുന്ന് നല്ല പുറത്തിറങ്ങാം. ഇവിടെ കിടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്. ഹായ് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ട്രിപ്പ് ഒന്നും കിട്ടിയില്ല. കുറച്ച് ഫ്രണ്ടിക്ക് എടുത്തപ്പോൾ തന്നെ നമുക്കൊരു അമൃത ഹോസ്പിറ്റലിൻ്റെ ഏകദേശം പരിസരമാണ്. ഏതോ ഒരു ഉള്ളേരിയാണ്. ഇവിടെ നമുക്ക് നിർത്താൻ ഒരു ചാൻസും ഇല്ല, കാരണം അമ്മാതിരി റോഡുകളാണ്. അപ്പോൾ മെയിനോട്ടിലേക്ക് ഒന്ന് കയറ്റിക്കോട്ടെ. ഓക്കെ. അപ്പോൾ അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. അത് ഓലയിലാണ് അടിച്ചത്. അപ്പോൾ ഓലയിൽ നിന്ന് 2 ഊബറിൽ എത്ര ഞാൻ നോക്കിയിട്ട് ചേട്ടാ. ഓലയിൽ 2 യാത്രയിലൊന്നും. ആ 2 യാത്ര അടിക്കുകയായിരുന്നെങ്കിൽ നൈസായിരുന്നു. പക്ഷെ 1 അടിച്ചു. സ്ക്രീനിക്ക് നോക്കാൻ ഇടയില്ല, തന്നെ അത് ആരും എടുത്തുകൊണ്ട് പോയി. ഓരോ യാത്ര അങ്ങനെയാണ്. ഒരേ ടൈമിൽ 5-8 ആൾക്കാർക്ക് ഒന്നിച്ചടിക്കും. കിട്ടുന്ന ആരാടാ അവൻ എടുക്കും, അത്ര തന്നെ. അപ്പോൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് ഇവിടുത്തെ റൂട്ട് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു, ബാക്കി ആപ്പുകൾ ഓണാക്കിയിട്ട് അവിടെ ചെറിയൊരു ടൗൺ ഉണ്ട്, അവിടെ പോയി നിന്ന് ആപ്പുകളൊക്കെ ഒന്ന് ഓണാക്കി നമ്മളെ എടപ്പള്ളിക്ക് ഇതിടാം, മാപ്പ് ഇടാം. കാരണം എനിക്ക് കറക്റ്റ് റൂട്ടുകൾ അറിയില്ല. ഏതൊക്കെയോ ഉള്ളിൽ കൂടിയൊക്കെ വന്നത് ഞാൻ. അതെ നന്നായി അവിടെ ചെറിയ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ അതൊന്ന് നോക്കിക്കോട്ടെ ഗൈസ്. എന്നിട്ട് നോക്കാം നമുക്ക്. അതിനിടയ്ക്ക് തിണ്ടി അവിടെ ഒന്ന് പാർക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ അവൻ പോയിക്കോട്ടെ, അവൻ ഇങ്ങോട്ടുള്ള പൊക്കോ ഞാൻ നിർത്തിയിട്ടുണ്ട്. ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ മെയിൻ റൂട്ടും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൊണ്ട് കിടന്നാൽ എടപ്പള്ളി എത്തും. ആ പാലാണ്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അവിടെ പോയി കിടക്കാം. കാരണം വേറൊന്നുമില്ല, എന്താണ് നേരെ 8:30 ആയി. നാളൊക്കെ ഏകദേശമൊക്കെ മാളിൽ നിന്ന് എല്ലാവരും വലിയാണ്ടൊക്കെ ഒരു ടൈമാണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അത്യാവശ്യം ഓട്ടം കിട്ടാൻ സാധ്യത ഉണ്ട് ഈ സമയം ആയതുകൊണ്ട്. ഇതൊന്നാണത് സിഗ്നൽ വീണുമില്ലേ? ഓക്കെ വീണ്. അപ്പോൾ നമുക്കിന്ന് നോക്കാം ഗൈസ്, അടുത്ത ഓട്ടം ഏതിലാണ് കിട്ടുന്നത്. ആപ്പൊക്കെ ഓണാക്കി ഏതിലടിക്കാന്നുള്ളൊരു. Continue on National Highway 66 for 1.5 kilometers. എൻ്റെ ചേട്ടാ അടുത്ത് നോക്കുമോ, കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ടാണ്. നമുക്ക് നേരെ ഈ പാലം കയറിങ്ങാണ്ടേ അലുലുമാളുടെ അവിടെ പോയിരിക്കാം. അവിടെ നിന്നാകുമ്പോൾ ചിലപ്പോൾ അടിച്ചൂടായില്ല. പക്ഷെ ഇത് രാവിലത്തെ അടിച്ച അടിയാണ് രസം. കേട്ടാണ് അടിക്കേണ്ടിയിരുന്നത്. അതിനായിട്ട് ഉച്ചൻ്റെ ശേഷം നമ്മളെ ഒരു ഉറക്കമുറങ്ങാനുള്ള സമയം തന്നിട്ടുണ്ട്. പക്ഷെ അത്ര നേരത്തെ ഇറങ്ങേണ്ടിയിരുന്നു. വെറുതെ ഞാൻ ഒരുപാട് നേരത്തെ ഇറങ്ങുകയും ചെയ്തു. ഈ ക്യാമറയിൽ വണ്ടീൻ്റെ ലൈറ്റ് അത്ര സെറ്റായി കിട്ടുന്നില്ലല്ലേ, അതാണ് ഞാൻ പറഞ്ഞൊരു ഡാഷ് ക്യാം നോക്കട്ടെ. ക്യാഷ് ഉണ്ടെങ്കിൽ ഡാഷ് ക്യാം അല്ല, ഞാൻ ചിലപ്പോൾ ഒരു ആക്ഷൻ ക്യാമറ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്, 19 റുപ്യേൻ്റെ അടുത്ത് വരേണ്ട. ഒന്നുമില്ല, അടവിന് തന്നെ, വേറെ ഒന്നുമില്ല. നോക്കുക, അടക്ക സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആക്ഷൻ ക്യാമറ വാങ്ങിക്കും. ഒരു കോപ്രോ അല്ല, അത് ഓസ്മോയുടെ ഒരു ആക്ഷൻ 4 എന്ന് പറഞ്ഞ പുതിയൊരു സംഭവം ഉണ്ട്. അത്യാവശ്യം നല്ലതാണെന്ന് പറഞ്ഞു കേട്ടത്. ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 10 മാസമായിട്ട് ആയിക്കണം. അത്യാവശ്യം റിവ്യൂവും കാര്യമൊക്കെ കണ്ടു. പിന്നെ പല തിണ്ടി മലയാളീസും റിവ്യൂ ഇടും. സംഭവം വാങ്ങിച്ച് അതിൻ്റെ റിവ്യൂ ഇടും. പക്ഷെ അതിൻ്റെ ആഫ്റ്റർ റിവ്യൂ ആരും ഇട്ട് ഞാൻ കണ്ടില്ല. അതായത് DJI Osmo Action 4ൻ്റെ എന്താണ് ആഫ്റ്റർ റിവ്യൂ. ഫസ്റ്റ് വാങ്ങിച്ച് അൺബോക്സിങ് ഭയങ്കര സംഭവമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പിന്നീട് അത് യൂസ് ചെയ്ത് ഇപ്പോൾ ഏകദേശം 5-8 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള റിവ്യൂ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ലോഞ്ച് ചെയ്ത പാട് ഒരു 10 മാസം മുമ്പാണ് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ റിവ്യൂ ഒരുപാടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതാണ്. കോപ്രോൻ്റെ ആ ഒരു റേഞ്ചിക്ക് എത്തുന്ന സംഭവം തന്നെയാണ്. 360 എത്ര റൊട്ടേഷൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതിന്. കോപ്രോയ്ക്ക് 360 കിട്ടില്ല എന്നും തോന്നുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ റിവ്യൂ ഞാൻ കണ്ടു. പിന്നെ വാങ്ങണം എന്ന പ്ലാനിങ്ങേ ഉള്ളൂ, തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതിൻ്റെ പിന്നാലെ വല്ലാണ്ട് നടന്ന് തല പുകച്ചിട്ടില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ കുരിപ്പ് ബൈക്കിലൊക്കെ കുറേ നേരമായി ഫ്രണ്ടിൽ കടന്നിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ മറ്റേ കുഞ്ഞമ്മനെ കെട്ടിക്കാൻ വേണ്ടി ഒന്നെങ്കിൽ എടുത്ത് പോവുക, അല്ലെന്നുണ്ടെങ്കിൽ അരുകൂടി പോവുക. അതല്ല, അങ്ങനെ പയ്യെ ആളെ ബ്ലോക്ക് ഇട്ട മാതിരി ഇങ്ങനെ വരികയാണ്.
എന്നിട്ട് ഞാൻ ഓണടിച്ച് കയറിയപ്പോൾ ഒരു നോക്കാം കുഞ്ഞമ്മേൻ്റെ നായർ വേറെ എന്തെന്ന് പറയാൻ. എന്തായാലും ലുലുമാളിൻ്റെ ഓഫീസാണ് കാണുന്നത്. അതിന് കഴിഞ്ഞാൽ നമ്മളെ മാള് എത്തും. അപ്പം എന്നാൽ നോക്കുക ഇവിടുന്നെങ്കിലും ഒരു ട്രിപ്പ് അടിക്കുമോ എന്നുള്ളത്. ഓക്കെ ഗായ്സ്, ഐ ആം വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് ട്രിപ്പ്. ഓക്കെ, എൻ്റെ പൊന്ന് പറയാ ഇമ്മാതിരി കൂതറ സാധാരണ ട്രിപ്പൊന്നും തരല്ല നമുക്ക്. അപ്പോൾ നമുക്ക് ലുലുമാളിൻ്റെ മുമ്പിൽ തന്നെ അപ്പം തന്നെ അടിച്ചു ലുലുമാളിൽ തന്നെ. അതാണെങ്കിൽ ട്രിപ്പ് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് വലിയൊരു പെട്ടെന്നൊരു എന്താ പറയുക ഓർമ്മയ്ക്ക് വരില്ല. ട്രിപ്പ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യേണ്ട കാര്യം. പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരല് എന്താണ്, എടുത്ത് വരുമ്പോഴാവും ആയി കൊടുത്തില്ല എന്നുള്ള ഓർമ്മ വരില്ല. ഇപ്പം എടുത്ത ട്രിപ്പ് എടുക്കണ്ടെന്ന് പോയി. എന്തായാലും അവർ ഇന്ത്യക്കാരാണോ എന്ന് എനിക്ക് ഡൗട്ട്. മലയാളം ഒരാൾക്ക് മാത്രം അറിയാം, ബാക്കിയുള്ളവരൊക്കെ അറബിയല്ല. അറബിയാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചെങ്കിലൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. മനസ്സിലാവില്ല, ആ ഒരു ലാംഗ്വേജ് കേട്ടാൽ ഇരിക്കുന്നത്. വേറെ ഏതൊരു ഭാഷ, ഈ കുടിയേറ്റക്കാരില്ലേ, അതെനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഏതോ ടീമാണ്. എന്നിട്ട് ഇവിടുത്തെ ദോശേനെ കുറ്റം പറയുന്നത്, ചപ്പാത്തിനെ കുറ്റം പറയുന്നത്, ബ്രെഡ് ന്യൂട്രലിന്റെ കുറ്റം പറയുന്നത്. ഒരുമ്പെട്ട ജാതിയാള് വെറുത്തു പോയി. പിന്നെ ആകെ സമാധാനം എന്താ, കറക്റ്റ് നമ്മൾ റൂമിൻ്റെ അങ്ങോട്ടുള്ള ട്രിപ്പാണ് നമ്മൾ കിട്ടിയത്. റൂമിൻ്റെ അടുത്താണ് ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേ നമ്മൾ നേരെ റൂമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നേരം കറക്റ്റ് 9 മണി. 9 മണി കഴിഞ്ഞ് 9:05 ഒക്കെ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തപ്പോൾ 9:03 ആയിരുന്നു. അപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്തു. ഇന്നിപ്പോൾ ഓടാം. ശരിക്കും പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല. ഇന്നത്തേത് ഓഫാക്കിയിട്ടൊന്നുമില്ല ഒന്നും. വേണമെങ്കിൽ ഓടാം, വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. 9 മണി ആയുള്ളൂ. വേണമെങ്കിൽ ഒരു 10 മണി വരെയും കൂടി നിന്ന് നോക്കാം. പക്ഷെ പിന്നുമ്പുള്ള ചിക്കൻ വാങ്ങാനൊക്കെ പറയുന്നത് കണ്ടിച്ചായി പറയാൻ തുടങ്ങിയിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോ ഇട്ടിട്ട് ഒഴിവാക്കിയതാണ് അത്. ഇപ്പം അത് വാങ്ങിക്കൊടുത്തിട്ട് എന്നാലും നടക്കൂല. അപ്പം പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ വന്നിട്ട് ഇത് സെറ്റാക്കാം. നേരെ റൂമിൽ പോയി ചിക്കനൊക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് നമുക്ക് നാളെ രാവിലെ ഇന്നത്തെ മാതിരി തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങാം. എന്താ അവസ്ഥ. പിന്നെ ഈ ഒരു തന്തയ്ക്ക് പറക്കാത്ത ഡ്രൈവർമാരുണ്ട്. ഈ രണ്ടും തന്തയ്ക്ക് പറക്കാത്തവന്മാരാണ്. കാരണം നല്ല അമ്മയ്ക്ക് പറഞ്ഞവന്മാരാണ് ഇത്രയും ബുദ്ധിയില്ലായ്മ കാണിക്കില്ല. ഒരു വണ്ടി നിർത്തി അതിൻ്റെ ബാക്കിൽ തന്നെ രണ്ടാമത്തെ സൈഡിൽ അതേമാതിരി അത് ചെറിയ പോക്കറ്റ് റോഡിൽ ചെയ്യൂല. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് തന്നെ, ഇത് നല്ല അമ്മയ്ക്ക് പിറന്ന മക്കളായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തോ നല്ല അമ്മയ്ക്ക് പിറന്ന മക്കളുള്ളതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല. എന്തായാലും നമ്മൾ വണ്ടി മെല്ലെ സൈഡാക്കാനുള്ള പരിപാടിയാണ്. സൈഡാക്കുക, പെണ്ണുമ്പിള്ളേനെ വിളിക്കുക, ബൈക്കിൻ്റെ ചാവി എടുത്ത് ഒലിപ്പിക്കുക, നേരെ ചിക്കൻ വാങ്ങാൻ പോവുക. ചിക്കൻ വാങ്ങിക്കുക, തുറന്നിട്ടുണ്ടാവും വിചാരിക്കുക, ഇല്ലെങ്കിൽ മാരി ഇത് 2 ദിവസം കഴിഞ്ഞ് ചിക്കൻ തിന്നാൻ നിൽക്കുക. അപ്പോൾ എല്ലാം കൂടി പണക്കൊന്നുമില്ല. ഈ കുരുപ്പളഞ്ഞ സൗണ്ടില്ലേ, ഈ കുരുപ്പളഞ്ഞ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഈ വണ്ടി തട്ടി പടച്ചമ്പുരാനേ, അതിലാണ് നമുക്ക് ആ കൺഫ്യൂഷൻ ആവുക. പിന്നെ അതിനേക്കാളും രസം നമ്മൾ ആ ട്രിപ്പ് എടുത്തപ്പോൾ നമ്മൾ ലൈറ്റ് ഇടാൻ മറന്നിരുന്നു. കസ്റ്റമർക്ക് മനസ്സിലായിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. കസ്റ്റമർ പിന്നെ ഒരുപാട് ജാതികളായതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പം എന്നാൽ ഇന്നത്തെ നമ്മുടെ ഊബർ ലൈഫ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പേഴ്സണൽ ലൈഫാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.